ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്ഷേമനിധി ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. ലോട്ടറി ടിക്കറ്റ് വില 40 രൂപയാക്കുക, വെട്ടിക്കുറച്ച 5000 രൂപയുടെ പ്രൈസ് എണ്ണം വർദ്ധിപ്പിക്കുക, 2000 രൂപയുടെ പ്രൈസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. അശരണരായ തൊഴിലാളികൾ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ലോട്ടറി മേഖലയുടെ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ആരോപിച്ചു. ആൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോട്ടറി ടിക്കറ്റ് വില 40 രൂപയാക്കുക, വെട്ടിക്കുറച്ച 5000 രൂപയുടെ പ്രൈസ് എണ്ണം വർദ്ധിപ്പിക്കുക, 2000 രൂപയുടെ പ്രൈസ് പുനഃസ്ഥാപിക്കുക, 50 രൂപ പ്രൈസ് ഒഴിവാക്കുക, ടിക്കറ്റ് കമ്മീഷനും പ്രൈസ് കമ്മീഷനും വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ക്ഷേമനിധി ഓഫീസ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോബ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. ദേവദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി M. വിജയൻ, KV റജികുമാർ, സജീവൻ, ജില്ലാ നേതാക്കളായ പേരിശ്ശേരി മോഹൻ, സോളമൻ റൊസാരിയോ, കുഞ്ഞച്ചൻ കുട്ടനാട്, കൊച്ചി K. ഡാനിയൽ, ഷൺമുഖൻ, AA റഷീദ്, ബിജു P. രേവതി, BC ഉറുമീസ്, S. വേണു, വിനോദ് അമ്പക്കാട്ട്, സലീം കുമാർ, സുധാ സുധാകരൻ എന്നിവർ സംസാരിച്ചു. അതായത് കടം ഒരു കാലത്തും എടുക്കാൻ പറ്റാത്തത്രയും കടമെടുത്തു കഴിഞ്ഞു. നമ്മൾ വീണ്ടും കടമെടുത്ത് ഈ സംസ്ഥാനത്ത് വികസന പ്രവർത്തനം നടത്താനല്ല, നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട്. സത്യത്തിൽ ഇന്ന് ഈ സംസ്ഥാനം ഓടിക്കൊണ്ടിരിക്കുന്നത് മദ്യത്തിന്റെ കാശ് കൊണ്ടും ലോട്ടറിയുടെ കാശ് കൊണ്ടുമാണ്. അതുകൊണ്ട് മാത്രം നടക്കാതെ വരുമ്പോൾ ഇന്ന് കേരളത്തിൽ കിഫ്ബി വഴി പണിയെടുത്തിട്ടുള്ള കരാറുകാർക്കും ഗവൺമെന്റ് കരാറെടുത്തുള്ള കരാറുകാർക്കും 5 പൈസ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആകെ നമ്മൾ കാര്യം പരിശോധിച്ചാൽ മതി. ലോട്ടറിക്കാരേക്കാൾ എത്രയോ ദയനീയമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ നടപ്പുണ്ട്. അവരുടെ ക്ഷേമനിധിയിൽ അവരടച്ചിരിക്കുന്ന 5 പൈസ കൊടുക്കുന്നില്ല. അവർക്ക് പെൻഷൻ കൊടുത്തിട്ട് എത്രയോ മാസമായി, 18 or 20 മാസമാകുന്നു പെൻഷൻ കൊടുത്തിട്ട്. ആ ക്ഷേമനിധിയിൽ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഈ സംസ്ഥാനത്ത് സെല്ലേഴ്സിന്റെയും ഏജന്റുമാരുടെയും CDNet ന്യൂസ് കായംകുളം.